ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ MAPCയുടെ ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്നാണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് നമ്മളൊരു 10 പേജസ് നമ്മൾ എക്സ്ട്രാ വെക്കേണ്ടതുണ്ട്. നമ്മൾ കേസ് സ്റ്റഡി ഓരോ 10 കേസസ് എഴുതത്തില്ലേ, അതിന് തൊട്ട് മുമ്പായിട്ടൊരു 10 പേജസ് വെക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏത് ഇൻറ്റേൺഷിപ്പിൻ്റെ ആ ഒരു കോഡുണ്ടല്ലോ, അതായത് കൗൺസിലിംഗ് ആണെങ്കിൽ MPC 025, അതായത് അതിൻ്റെ പേര്. പിന്നെ അതേപോലെ അതിനകത്ത് ഇഗ്നോയുടെ ഒരു എംബ്ലം കാണണം. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നില്ല, നമ്മുടെ ഹാൻഡ് ബുക്കിൻ്റെ ഏറ്റവും പുറത്തെ പേജില്ലേ, ഏകദേശം അതേപോലെ തന്നെ. പക്ഷേ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മളുടെ പേര്, എൻറോൾമെൻറ്റ് നമ്പർ, റീജിയണൽ സെൻറ്റർ, അതൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളിപ്പം ഈ പേപ്പറിൽ നിന്ന് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈബർ കഫേയിലോ അങ്ങനെ ചെയ്ത് തരുന്നവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഈ ഫ്രണ്ട് പേജ് വരും. അപ്പം ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഫസ്റ്റ് പേജിൽ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് എന്നൊരു ഹെഡിങ് വേണം. പിന്നെ അതിൻ്റെ അകത്ത് ആ ഒരു പേജിൽ തന്നെ ഇഗ്നോയുടെ എംബ്ലം ഉണ്ടായിരിക്കണം. പിന്നെ എവിടെയാണ് നമ്മൾ ചെയ്യുന്നത് അതും, പിന്നെ എൻറോൾമെൻറ്റ് നമ്പർ, അതൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് കണ്ടൻറ്റ്. അത് നമ്മൾ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്തപ്പം കണ്ടൻറ്റ് എഴുതിയില്ലേ, ഇൻഡെക്സ് പേജ്, ഏകദേശം അത് തന്നെയാണ്. അതായത് പേജ് നമ്പർ വേണം, സീരിയൽ നമ്പർ. കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ 10 കേസസ് ആണ്. അപ്പം ഡിപ്രഷൻ ഉണ്ടായിരിക്കും, ഷിസോഫീനിയ ഉണ്ടായിരിക്കും, പാനിക് അറ്റാക്ക്, അങ്ങനെ പലതും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓരോന്നിൻ്റെയും പേജ് നമ്പർ വെച്ചിട്ട് നമ്മളത് എഴുതുക. പിന്നെ അതാണ് കണ്ടൻറ്റിൽ വരുന്നത്. മൂന്നാമത്തെ സർട്ടിഫിക്കറ്റാണ്. അത് നമുക്ക് ഏജൻസി സൂപ്പർവൈസർ, നമ്മളെവിടെയാണോ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. അപ്പം അതാണ് മൂന്നാമത്തേതായിട്ട് വെക്കേണ്ടത്. നാലാമത്തേതായിട്ട് വെക്കുന്നത് അക്നോളജ്മെൻ്റ് ആണ്. അത് അപ്പൻഡിക്സ് 11 ആണ്. നമ്മുടെ ഹാൻഡ് ബുക്കിലുണ്ട്. ഈ ഇൻറ്റേൺഷിപ്പ് ഹാൻഡ് ബുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് അപ്പൻഡിക്സ് 11 ആണ്. അതാണ് അക്നോളജ്മെൻറ്റ്. അതാണ് നാലാമതായിട്ട് വെക്കേണ്ടത്. അഞ്ചാമതായിട്ട് വെക്കേണ്ടത് നമ്മളെവിടെയാണോ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ആ സെൻറ്ററിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം എന്നൊക്കെ പറയത്തില്ലേ, ഒരു പാരഗ്രാഫ്. അത് വേണമെങ്കിൽ അത് അവരുടെ തന്നെ ബ്രോഷറിലോ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതാണ് അഞ്ചാമതായിട്ട് വെക്കേണ്ടത്. ആറാമത്തേത് ഡിക്ലറേഷനാണ്. അത് അപ്പൻഡിക്സ് 1 ആണ്. എല്ലാവരും ഹാൻഡ് ബുക്കിൻ്റെ ഒരു PDF ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആക്ച്വലി ഇതെല്ലാം നമ്മുടെ ഈ ഹാൻഡ് ബുക്കിലുണ്ട്. പിന്നെ അതൊരു കടൽ പോലെ കിടക്കുന്നുണ്ട്, വായിക്കാൻ ഇച്ചിരി സമയമൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് പല കൺഫ്യൂഷൻസും വരുന്നത്. അപ്പോൾ അഞ്ചാമതായിട്ട് സെൻറ്ററിനെ കുറിച്ചൊരു പാരഗ്രാഫ്, കുറച്ച് ഇൻഫർമേഷൻ. ആറാമതായിട്ട് ഡിക്ലറേഷനാണ്, അപ്പൻഡിക്സ് 1. ഏഴാമതായിട്ട് കൺസെൻറ്റ് ലെറ്ററാണ്. അത് അപ്പൻഡിക്സ് 3 ആണ്. അതായത് നമുക്കത് അവിടെ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടിയെന്നുള്ളത്, ഏജൻസി നമ്മളെവിടെയാണോ ചെയ്യുന്നത് അവിടെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ളൊരു പെർമിഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെറ്ററാണ് കൺസെൻറ്റ് ലെറ്റർ. അതാണ് അപ്പൻഡിക്സ് 3. പിന്നെ എട്ടാമതായിട്ട് റെക്കോർഡ് ഓഫ് വിസിറ്റ്സ് ആണ്. അതായത് 240 hours നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ നേച്ചർ ഓഫ് വർക്ക്, അതിൻ്റെ ടൈം, അതൊക്കെ നമ്മൾ ഈ റെക്കോർഡ്സ് ഓഫ് വിസിറ്റ്, അത് ആ ഒരു പേജിൻ്റെ നമുക്കൊരു ചിലപ്പോൾ ഒരു 3-4 കോപ്പീസ് വേണ്ടി വരും. കാരണം അത്രയും 240 hours നമ്മൾ എന്തൊക്കെ ചെയ്യാൻ എഴുതണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അപ്പൻഡിക്സ് 4 ആണ്. പിന്നെ 9ാമത്തേന്ന് പറയുന്നത് ഇവാലുവേഷൻ ഷീറ്റാണ്. അത് അപ്പൻഡിക്സ് 7 ആണ്. അത് എക്സ്റ്റേണൽ എക്സാമിനറുടെ ഇവാലുവേഷൻ ഷീറ്റ്. അതൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇതിൽ വെക്കുക. അതിൽ നമ്മൾ എൻറോൾമെൻറ്റ് നമ്പറും റീജിയൺ സെൻറ്ററും നമ്മുടെ സെൻറ്ററിൻ്റെയൊക്കെ പേര്, അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. പിന്നെ 10ാമത്തത് സർട്ടിഫിക്കറ്റാണ്. അത് അപ്പൻഡിക്സ് 8 ആണ്. അപ്പം ഇതിലെല്ലായിടത്തും നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പറും പേരും ഒക്കെ എവിടെയാണോ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ എക്സ്ട്രാ ആയിട്ട് 2 കവേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് അക്കാഡമിക് കൗൺസിലറിൻ്റെ ഇവാലുവേഷൻ ഷീറ്റും, ഒന്ന്
നമ്മുടെ ഏജൻസി സൂപ്പർവൈസറിൻ്റെ ഇവാലുവേഷൻ ഷീറ്റും. ഏജൻസി സൂപ്പർവൈസർ നമ്മുടെ ഇവാലുവേഷൻ ഷീറ്റ് അവരിൽ നിന്ന് തരും. അപ്പോൾ അതൊരു പ്രത്യേക കവറിലാക്കിയിട്ട് പിൻ ചെയ്യുക. അതേപോലെ തന്നെ അക്കാഡമിക് കൗൺസിലർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവറും കൂടെ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ അക്കാഡമിക് കൗൺസിലർക്ക് വേണ്ടിയിട്ടുള്ളതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ഇതിൽ ആ ഇവാലുവേഷൻ ഷീറ്റിൽ നമ്മളുടെ പേരും എൻറോൾമെൻറ്റ് നമ്പറും ഒക്കെ ഫില്ല് ചെയ്യണം. അത് അപ്പൻഡിക്സ് 6 കിടപ്പുണ്ട് കേട്ടോ. അപ്പൻഡിക്സ് 6 ഇവാലുവേഷൻ സ്കീം ഫോർ ഇൻറ്റേൺഷിപ്പ് അക്കാഡമിക് കൗൺസിലർ. ഇതിൻ്റെ അകത്ത് നെയിം ഓഫ് ദ പ്രോഗ്രാം, അതായത് ഇൻറ്റേൺഷിപ്പ്, പിന്നെ കോഴ്സ് കോഡ്, അത് കൗൺസിലിംഗ് ആണെങ്കിൽ MBC 025, പിന്നെ സ്റ്റഡി സെൻറ്റർ, നെയിം ഓഫ് ദ ലേണർ, എൻറോൾമെൻറ്റ് നമ്പർ, റീജിയണൽ സെൻറ്റർ, അത്രയും നമ്മൾ ഫില്ല് ചെയ്ത് ഒരു കവറിലാക്കി പിൻ ചെയ്യുക. അങ്ങനെ മൊത്തം 10 ഫ്രണ്ട് പേജസ് വരും ഈ റിപ്പോർട്ട് എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട്. പിന്നെ ഒരു 2 എക്സ്ട്രാ കവേഴ്സ് വരും. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.